ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്കൊരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നതാണ്, മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മേലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നുള്ള മാർക്കറ്റിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും. അതിനുശേഷം ട്രേഡ് ഒന്നും തരാതെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എൻട്രികളൊന്നും തരാത്ത രീതിയിലായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് നോക്കിയാലും ഏകദേശം ഈ ലെവൽ തന്നെയാണ് മാർക്കറ്റ് വരുന്നത്. ഒന്നോ രണ്ടോ ദിവസമാണ് ചെറിയ ഗ്യാപ് ഡൗണുകൾ ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള മാർക്കറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ബുള്ളിഷ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇന്ത്യ വിക്സും മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൾ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും 2.4% കോൾ ഓഫ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ചെറിയ സെൽ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, സൈഡ്വേസ് മാർക്കറ്റ് ആയിരുന്നു, കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായിരുന്നു, ചെറിയ പ്രോഫിറ്റ് കാണിച്ച ശേഷം സെൽ അടിച്ചു, അതിനുശേഷം ട്രേഡ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നാളെ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ഒക്കെ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് സെൻസെക്സിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. 81,053 എന്നുള്ള ലെവലില് മാർക്കറ്റ് നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഹോൾഡിംഗ് ക്യാൻഡിലാണ്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഹോൾഡിംഗ് ക്യാൻഡിൽ വന്ന ദിവസങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിന് താഴെ മാർക്കറ്റ് വന്നിട്ടില്ല എന്നുള്ളതും, മാർക്കറ്റ് ഫസ്റ്റത്തെ ഗ്യാപ്പ് അപ്പിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലാതെ വേറൊരു സെൽ ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും, പിന്നീട് വന്ന ക്യാൻഡിൽസ് സെൽ ഓഫ് ക്യാൻഡിൽസ് വളരെ ചെറിയ ക്യാൻഡിൽസ് ആണ് എന്നുള്ളത് മാർക്കറ്റിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രെങ്ത് സൂചിപ്പിക്കുന്ന തരത്തിലാണ്. ഇനി നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 81,240 മുകളിൽ വന്നാൽ മാത്രമേ എത്തിയുന്നുള്ളൂ മാർക്കറ്റിൽ കോൾ സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പ്രോബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു സൈഡ് വേസിനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തായാലും നെഗറ്റീവ് സൈഡിലുള്ള ട്രേഡുകൾ തൽക്കാലം പ്ലാൻ ചെയ്യുന്നില്ല. പോസിറ്റീവായിട്ട് മാത്രമേ മാർക്കറ്റിനെ കാണുന്നുള്ളൂ. 80,650 എത്തിയാൽ പോലും ഞാൻ അവിടുത്തെ ബുള്ളിഷ് ക്യാൻഡിലോ അല്ലെങ്കിൽ ബുള്ളിഷ് പാറ്റേണോ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൂ, തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കോൾ സൈഡിലേക്കുള്ള എൻട്രികളാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 80,900. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ക്ലോസിംഗ് ആയ 81,017 എന്നുള്ളതാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലാണെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്. സൈഡ് വൈസ് ആ ഒരു ട്രേഡ് എടുത്ത് നോക്കും, അതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നിർത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ മാർക്കറ്റ് പോലെ സൈഡ് വൈസ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ് കുറക്കുക, മാക്സിമം SL കുറക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ഒരു ഗ്യാപ്പ് അപ്പോ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞ് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ സൈഡിലേക്ക് ആയിരിക്കും ഏറ്റവും നല്ലത്. 81,311 എന്നുള്ളത് നിയറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 81,500 ഒരു റൗണ്ട് ലെവലാണ്. റെസിസ്റ്റൻസ് ആക്റ്റീവ് എന്ന് നമുക്കറിയാൻ പറ്റും. 81,500, 81,730 എന്നുള്ള ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെയാണ് നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും നിഫ്റ്റി ഒരു സിമെട്രിക് ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ 24,865 അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ പുതിയ ട്രേഡുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്ലാൻ ചെയ്യുന്നില്ല. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നാളെ നിഫ്റ്റിയിൽ ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം നിഫ്റ്റി ഈ ഒരു ട്രെൻഡിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഈ പിന്നെ 24,800-നകത്തും 24,750-നകത്തും ട്രേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടായതുകൊണ്ട് 865 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ പോവുകയാണെങ്കിൽ മാത്രം 5 മിനിറ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കാമെന്നുള്ള പ്ലാൻ അങ്ങനെ തന്നെ ആയിരുന്നു. രാവിലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ. ഇതിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നില്ല, 5 മിനിറ്റ് ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവല് ഇന്നത്തെ ക്ലോസിന്റെ ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്താൽ കാര്യമായിട്ട് പ്രീമിയം മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായില്ല. ഈ ഒരു മൂവ്മെന്റിൽ കാര്യമായിട്ട് പ്രീമിയം ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. 24,800 കോളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. 48 രൂപ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുകളിൽ മാർക്കറ്റ് പ്രീമിയം കയറിയതാണ്. ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് കാരണം ആണ് പ്രീമിയം കയറാതിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ സൈഡ് വൈസ് ആണെങ്കിൽ മാക്സിമം സിംഗിൾ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ദിവസം മാർക്കറ്റിൽ ട്രെൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോസ് നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 51,171 മുകളിൽ ക്ലോസിംഗ് തരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, കോൾ സൈഡിലേക്കുള്ള എൻട്രികൾ പ്ലാൻ ചെയ്യാമെന്നുണ്ടായിരുന്നു. നാളെ ഇതേ പ്ലാൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 51,171 മുകളിൽ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അപ്സൈഡ് ട്രേഡുകൾ നോക്കുന്നുള്ളൂ. ഇനി ഡൗൺ സൈഡ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ,
കുറച്ചധികം താഴെ വന്നാൽ അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗിന് താഴെ 50,700 താഴെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ സൈഡ് ആയിട്ട് ചെറിയ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ ട്രേഡ് ഒന്നുമല്ല, ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മേലക്കുള്ള ട്രേഡ് ആണെങ്കിൽ മാക്സിമം ഹോൾഡ് ചെയ്യാനും ഫുഡ് സൈഡിലേക്ക് ആണെങ്കിലും പെട്ടെന്ന് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങിപ്പോരാനാണ് നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വ്യൂ എങ്ങനെ ആണെങ്കിലും ഫുഡ് സൈഡിലേക്കുള്ള പ്രീമിയം പെട്ടെന്ന് പമ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഈ ചെറിയ ട്രേഡുകൾ, ചെറിയ SL വെച്ചിട്ടുള്ള ട്രേഡുകൾ നാളെ 50,700 താഴെ കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 50,700 താഴെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീടെസ്റ്റിന് ശേഷം മാർക്ക് താഴെ വരികയാണെങ്കിൽ ചെറിയ ട്രേഡുകൾ മാത്രം, ചെറിയ SL വെച്ചിട്ട് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പ് ടൈപ്പ് ട്രേഡാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് ഫോളോ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾസെയിലിലെ ട്രേഡുകൾ ഉണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക, അതല്ലാത്ത ട്രേഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, സ്റ്റോക്കുകളുടെ കാര്യത്തിലാണ് രാധിക പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നമ്മളെടുത്ത SIP ചെയ്യുന്ന NMDC അങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അരവിന്ദ് ഒഴിച്ച് ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കുകളും അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് ഇന്നും ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ എത്തതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.